നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തോടി ഇങ്ങനെ നടക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? ഇത് എന്തൊരു ഡേർട്ടി പ്ലേസാ. എങ്ങനെ ഇവിടെ നടക്കുന്നേ? വാടക വീടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ ഇരിക്കും, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതെന്തൊരു വീടാ മമ്മി? ക്യാഷ് അല്ലേ നമ്മൾ എണ്ണി കൊടുക്കുന്നേ? ഇവിടെയൊക്കെ കണ്ടോ എന്ത് വൃത്തിയടാ. കയ്യിലുള്ള പൈസക്കുള്ള വീടേ കിട്ടൂ. ഈ വീട് എടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അത്ര തന്നെ. എന്ന് പറഞ്ഞാ പറ്റുമോ? ഇവിടെ ഒരു നിമിഷം എനിക്ക് പറ്റില്ല. അകത്തെ ആ ബെഡ് ഓർക്കാനേ വയ്യ. ഞാൻ അതിലൊന്നും കിടക്കില്ല. എങ്കിൽ പിന്നെ നീ ക്യാഷ് എടുക്ക്, നമുക്ക് നല്ല പോഷായിട്ടൊരു വീട് എടുക്കാം. അതിന് എന്റെ കയ്യിൽ എവിടെയാ ക്യാഷ്? അതെല്ലാം ഞാൻ ആ ടെക്നീഷ്യന് കൊടുത്തില്ലേ. ഇനി കൂടിയ 500 രൂപ അതാ എന്റെ അക്കൗണ്ടിലുള്ളത്. അതാ പറഞ്ഞത്, അപ്പൊ ഈ വീടേ പറ്റൂ. മമ്മി അത് പറ്റില്ല. ഇവിടെ AC ഉണ്ടോ? ഉള്ള ഫാൻ തന്നെ ശരിക്ക് കറങ്ങുന്നില്ല. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മോളെ, ഞാൻ ആകെ പെട്ടു നിൽക്കുക. ചുറ്റിലും കടക്കാരാണെങ്കിൽ എന്നെ തിരക്കി നടക്കുക. അവരെ ഒളിച്ചാ ഞാൻ കുറെ കാലം നിന്നോടൊപ്പം അവിടെ വന്ന് താമസിച്ചത്. ഇനി ഇവിടെ താമസിക്കുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കടക്കാരും മണം തറിയും. എന്നാ പിന്നെ ഇവിടെ പ്രശ്നം. ഇത്ര പ്രോബ്ലം ഉണ്ടായിട്ടാണോ മമ്മി ഈ ജാടയൊക്കെ കാണിച്ചത്? മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണ്ടേ മോളെ? അല്ലെങ്കിൽ തന്നെ നിന്റെ മമ്മിയല്ലേ. അപ്പൊ പിന്നെ ആനന്ദ നിലയത്തിൽ ആരുടെ മുമ്പിൽ ഒരു കുറവ് വരുത്തരുതല്ലോ. അതാ മമ്മിയുടെ ആ വരവാ എല്ലാത്തിനും കാരണം. ഇപ്പൊ ഞാനായോ എല്ലാത്തിനും തെറ്റുകാരി? മമ്മിയുടെ ആ ഇഷ്ടിക നിറച്ച പെട്ടിയും മമ്മിയുടെ ജാടയും അതാ ആദ്യം എനിക്ക് തിരിച്ചടി കിട്ടിയത്. ആ ശ്യാമയ്ക്കേ അതിബുദ്ധിയാ. അവക്കപ്പോഴേ സംശയം തോന്നി കാണും, അത് ഉറപ്പാ. അതാ ഒടുവിൽ അവള് നമ്മുടെ എല്ലാ കള്ളവും പൊളിച്ചടിക്കിയത്. അതാ ഞാൻ പറഞ്ഞേ എല്ലാത്തിനും കാരണം മമ്മിയാണെന്ന്. ദേ ഐശ്വര്യ, നീ കാണിച്ച ബുദ്ധിമോശത്തിന് എന്നെ വെറുതെ കുറ്റം പറയല്ലേ. ഞാൻ എന്ത് ബുദ്ധിമോശം കാണിച്ചെന്നാ മമ്മി പറയുന്നേ? നീ കാണിച്ചത് മുഴുവൻ മണ്ടത്തരോ. അതാ ശ്യാമ കൈയുടെ എല്ലാം പൊക്കിയത്. എനിക്കെന്താ ഒട്ടും ബുദ്ധിയില്ലെന്നാണോ മമ്മി പറയുന്നേ? അതെ, ഞാനേ മിസ് കേരളയാ. മണ്ടിയായി നിന്നെ മിസ് കേരളയാക്കി എടുത്തതേ എന്റെ കഴിവാ, എന്റെ പണമാ, എന്റെ ബുദ്ധിയാ. മമ്മി അതേടി, നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ല? ഇല്ല, നീ ശരിക്കും മന്ദബുദ്ധിയാ. ആ ശ്യാമയുടെ മുമ്പിൽ നീ ഒന്നുമല്ല. മമ്മി അതെ, നീ മണ്ടിയാ, മരക്കഴുതയടി. മണ്ടിയാണല്ലേ? ആ, ഞാൻ മണ്ടിയാണല്ലേ? അതേടി, നീ മണ്ടിയാ, മണ്ടി, മരക്കഴുത. ഇവിടെ എല്ലാം ഞാൻ തകർക്കും. ദേ, ഇതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചാലേ കഴിക്കാനൊന്നുമില്ല, അറിയാലോ. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. എങ്ങനെ കഴിഞ്ഞതാ ഞാൻ? ഇപ്പൊ ഈ കുപ്പക്കുഴിയില്. ഈശ്വര, എന്നെ ആര് രക്ഷിക്കാനാ? മിസ് കേരളയായിരുന്നു ഞാനിപ്പോ. എന്റെ ഗതി ഭഗവാനെ. മോളെ, മിണ്ടിപ്പോയത്. ഈശ്വര, ഇപ്പോഴേ ഇങ്ങനെ. ഇനി കയ്യിലുള്ള രൂപയും കൂടി തീർന്ന പട്ടിണിയാ. ഇവളെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ ഭഗവാനെ? അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.